നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലെ അവസാനത്തെ വീഡിയോയാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് 2 ആർട്ടിക്കിൾസാണ്. ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന് പറയുമ്പോൾ അത് സിവിൽ പോലീസ് ഓഫീസർ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുന്നതാണ് ആ ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതെല്ലാം സെക്ഷനുകളാണ് നമുക്കിവിടെ പഠിക്കേണ്ടതെന്ന് ഒന്നുകൂടി നോക്കാം. അതായത് IPC സെക്ഷൻ 498A അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇത് ഭാരതീയ ന്യായ സംഹിതയിൽ പരാമർശിച്ചിരിക്കുന്നത് സെക്ഷൻ 85 എന്ന പേരിലാണ്, അല്ലെ സെക്ഷൻ 85 IPC 498A. അത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 85 എന്ന പേരിലാണ്. എന്താണ് ഇവിടെ ഇതിൽ പരാമർശിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഹസ്ബൻഡ് ഓഫ് എ വുമൺ സബ്ജക്റ്റിംഗ് ഹെർ ടു ക്രൂവൽറ്റി. അതായത് ഭർത്താവിൻ്റെ ഏതെങ്കിലും ഒരു അടുത്ത ബന്ധുവോ ഒരു സ്ത്രീയോട് ക്രൂരത കാണിക്കുന്നു എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചട്ടമാണ് IPC 498A എന്ന് പറയുന്നത്. ഇതാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 85. ഈ IPC അതേപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത എന്നിവ പ്രകാരം ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസാണ്, അല്ലേ? ഇത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. 3 വർഷത്തേക്ക് തടവ് ശിക്ഷയും പിഴയുമാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 86 ക്രൂരത എന്ന് പറയുന്ന കാര്യങ്ങൾ നിർവചിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രൂരത എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. ക്രൂരത എന്നതിൽ എന്തെല്ലാം പെടുന്നുണ്ട്? ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാവുന്ന പ്രവൃത്തികൾ, ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാവുന്ന പ്രവൃത്തികൾ ക്രൂരതയാണ്. പിന്നെയോ അതേപോലെ മനസ്സിനും ശരീരത്തിനും കഠിനക്ഷതം നൽകുന്ന പ്രവൃത്തി ഉണ്ടെങ്കിൽ അതും ക്രൂരതയാണ്. മനസ്സിന് ശരീരത്തിനും കഠിനക്ഷതമുണ്ടാക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നതും എന്താണ്? ക്രൂരത തന്നെയാണ്. ഇനിയോ ജീവനും ആരോഗ്യത്തിനും കഠിനക്ഷതമുണ്ടാക്കുന്ന പ്രവൃത്തി ഉണ്ടെങ്കിൽ അതും ഈ പറയുന്ന IPC 498A പ്രകാരം ശിക്ഷാർഹമാണ്. വിലപിടിപ്പുള്ള സാമഗ്രികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും ശിക്ഷാർഹമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയ IPC സെക്ഷൻ 498A പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്: ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഹസ്ബൻഡ് ഓഫ് എ വുമൺ സബ്ജക്റ്റിംഗ് ഹെർ ടു എ ക്രൂവൽറ്റി. ഭർത്താവിൻ്റെ ഏതെങ്കിലും ബന്ധുവോ ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നുവെങ്കിൽ അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇതിനെ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരവും ശിക്ഷ 3 വർഷവും പിഴയുമാണ്. ഇതിന് ക്രൂരതയെന്ന് നമ്മൾ നിർവചിക്കുമ്പോൾ അത് സെക്ഷൻ 86 ആണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 86 പ്രകാരമാണ് ക്രൂരത എന്ന് പറയുന്നത്. ആ ക്രൂര കൃത്യങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ, അതുപോലെ കഠിനക്ഷതം ഉണ്ടാക്കുന്ന പ്രവൃത്തി, അത് മനസ്സിനും ശരീരത്തിനും കഠിനക്ഷതം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാവാം. പിന്നെയോ ജീവനും ആരോഗ്യത്തിനും കഠിനക്ഷതം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാവാം. വിലപിടിപ്പുള്ള സാമഗ്രികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പീഡനവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി IPC 509D എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? സെക്ഷൻ 509D എന്താണ്? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 79 ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 79, അതേപോലെ IPCയിലെ 509D എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മറ്റൊന്നുമല്ല, വേർഡ്, ജെസ്റ്റർ ഓർ ആക്ട് ഇൻറ്റൻഡഡ് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ. അതായത് ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ മാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ അതിനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വാക്കുകൾ പറയുക, ആക്ഷനുകൾ കാണിക്കുക, ചേഷ്ടകൾ നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് IPC 509D എന്ന രീതിയിൽ പെടുന്നത്. അതായത് ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്നുള്ള നിഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയിട്ട് സംസാരിക്കുക, അംഗവിക്ഷേപങ്ങൾ നടത്തുക, ചേഷ്ടകൾ കാണിക്കുക, പ്രദർശനങ്ങൾ നടത്തുക, ഇതെല്ലാമാണ് ഇതിൽ പെടുന്നത്. ഇത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും എന്താണ്? 3 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന ഒരു കുറ്റമാണ് കേട്ടോ. IPC
അതേപോലെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 3 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഇതൊരു ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പും കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കവർ ചെയ്തത് CPO WCPA പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.